ഹായ് ഗൈസ്, ഈ പുഴയും കടന്ന് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയപാലൻ രാജേശ്വരിയോട് കാവേരി ഹോം സ്റ്റേ നടത്തുന്ന കാര്യം പറഞ്ഞപ്പോൾ രാജേശ്വരിയുടെ മനസ്സിൽ ദേഷ്യമുണ്ടാകുന്നു. അതുപ്രകാരം പിറ്റേ ദിവസം കാവേരിയോട് പറയുന്നത്, ഇവിടെ വരുന്ന ഗസ്റ്റുകളെയൊക്കെ വലവീശി പിടിച്ച് അവളുടെ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോവുകയാ എന്ന് പറഞ്ഞപ്പോൾ, മാഡം, ഈ വരുന്ന ഗസ്റ്റുകളെയൊന്നും വലവീശി കൊണ്ടുപോയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു തീർന്നതും, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ, ഇറങ്ങി പോടി ശവമേ എൻ്റെ മുന്നീന്ന് എന്ന് ആക്രോശിക്കുന്നു രാജേശ്വരി. എന്നിട്ട് ആ ഉണ്ട കണ്ണുരുട്ടി രേവതിയെ നോക്കി പേടിപ്പിക്കുന്നു. രേവതി അപ്പോഴും ക്ഷമയോടെ, ഇത് നിങ്ങളുടെ റിസോർട്ടാ, ഇവിടെ നിന്നും പോകാൻ നിങ്ങൾക്ക് പറയാം, പക്ഷെ എടി പോടി എന്നുള്ള വിളിയൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എടി എന്ന് പറഞ്ഞ് തല്ലാൻ ഓങ്ങുന്നു. ആ കൈ തടഞ്ഞുകൊണ്ട് രേവതി പറയുന്നത്, അരവിന്ദന്റെ മകൾ നടത്തുന്ന ഹോം സ്റ്റേയിൽ അവർ ആഗ്രഹിക്കുന്ന കാലത്തോളം നടത്തിയിരിക്കും. പിന്നെ എന്ന് പറഞ്ഞ് 3 തവണ കൈമിടിച്ചിട്ട് രാജേശ്വരിയെ ചൂണ്ടി, കുറിച്ചു വെച്ചോ നിങ്ങൾ, 1 വർഷത്തിനുള്ളിൽ ഇതിനേക്കാളും വലിയ റിസോർട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ എൻ്റെ പേര് കാവേരി അരവിന്ദൻ എന്നാവില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന കാവേരിയെ നിവിൻ ബൈക്കിലിരുന്ന് കാണുന്നുണ്ട്. കാവേരി എന്തു പറ്റി എന്ന് ചോദിച്ചെങ്കിലും ഒന്നും പറയാതെ സ്കൂട്ടിയിൽ വേഗം കുറച്ചു ദൂരം ഓടിച്ച് ഒരു പാലത്തിന് മുകളിൽ പോയി നിൽക്കുന്നു. എന്നിട്ടും കാവേരിക്ക് ദേഷ്യം തീരുന്നില്ല. അങ്ങനെ ജയപാലനും രാജേശ്വരിയും ഓരോന്ന് പറഞ്ഞ് തകർക്കാൻ നോക്കുമ്പോഴും കാവേരി കൂടുതൽ കരുത്തായി അവരുടെ മുന്നിൽ പടർന്നു പന്തലിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.